തായ്ക്കിഴവി തമിഴ്നാട്ടിൽ കഴിഞ്ഞ ആഴ്ച റിലീസായ പടമാണ്. കേരളത്തിൽ ഇന്ന് അതായത് മാർച്ച് 6-നാണ് റിലീസായത്. ശിവകുമാർ മുരുകേശൻ രചനയും സംവിധാനവും നിർവഹിച്ച് രാധിക ശരത് കുമാർ പ്രധാന വേഷത്തിൽ വന്ന ഈ തമിഴ് കോമഡി ഡ്രാമ മൂവിയെ കുറിച്ചാണ് ഇന്ന്. തമിഴ്നാട്ടിലെ ഉസലംപട്ടിക്കടുത്ത് കടുപ്പട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ പവനുത്തായി എന്ന അവിടുത്തെ പലിശക്കാരിയായിട്ടുള്ള ഒരു അമ്മച്ചിയുടെ കഥയാണിത്. പടം എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. സത്യം പറഞ്ഞാൽ പടം തുടങ്ങി കുറെ നേരം എനിക്ക് ഒന്നും ഡയലോഗ്സും തീരെ ക്ലിയർ ആയിട്ടില്ല, കണക്റ്റും ആയില്ല എന്നുള്ളതാണ് സത്യം. വളരെ കട്ട തമിഴാണ്, ഹാർഡ് കോർ തമിഴ് എന്ന് പറയാം. സബ് ടൈറ്റിലും ഇല്ല. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ എനിക്ക് വളരെ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കോമഡി ഒന്നും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വർക്കും ആയില്ല. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ പോകുന്നത്, തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര അഭിപ്രായം കേട്ടൊരു സിനിമ കൂടിയാണ്. വളരെ ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റൂറൽ എന്ന് പറയുന്ന തമിഴ് പടങ്ങൾ വരെ വളരെ ആസ്വദിച്ച് കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കിത് അങ്ങോട്ട് കണക്ട് ആവുന്നേ ഇല്ല. അപ്പൊ ഇനി ചിലപ്പം തമിഴ്നാട്ടിലെ പ്രേക്ഷകർക്ക് മാത്രമേ ഇത് ഇഷ്ടമാവുകയുള്ളൂ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു ഇന്റർവെൽ വരെയും. സെക്കൻഡ് ഹാഫ് പക്ഷെ നൈസ് ആയിരുന്നു, ഇമോഷണൽ ആക്കി, അതേസമയം നല്ല രീതിയിൽ കുറച്ച് കോമഡി ഒക്കെ വർക്കായി. ഒപ്പം സിനിമ വളരെ സ്ട്രോങ് ആയിട്ട് അതിന്റെ പൊളിറ്റിക്സും സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ വളരെ കുഗ്രാമം അല്ലെങ്കിൽ ഉൾഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സംസ്കാരവും ഒക്കെ വളരെ യാഥാസ്ഥിതികമായിട്ടിരിക്കെ പടം പറഞ്ഞു വെക്കുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ കഥയിലെ ആ ഒരു സാഹചര്യം കൊണ്ട് ഇതിലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വരെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതാണ് ഈ കഥയുടെ വേറൊരു പ്രത്യേകത. സോ സെക്കൻഡ് ഹാഫ് ആൻഡ് എൻഡിങ് ഒക്കെ കൊണ്ടാണ് പടം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. രാധിക ശരത് കുമാർ ആണ് ടൈറ്റിൽ കഥാപാത്രമായ പവനുത്തായി എന്ന തായ്ക്കിഴവിയായിട്ട് വരുന്നത്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഒരു നാട്ടിൻപുറത്തെ പ്രായമായ ആൾക്കാരെ സാധാരണ എല്ലാവർക്കും ഇഷ്ടമാവുന്ന തരത്തിൽ അവതരിപ്പിക്കാറാണ് പതിവ്. ഇതില് എല്ലാവരും വെറുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഒരുക്കിയേക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയും. സത്യം പറഞ്ഞാൽ ആകെ ഒരു 30-35 മിനിറ്റ് എങ്ങാണ്ട് പുള്ളിക്കാരി പടത്തിൽ സംസാരിക്കുന്നുള്ളൂ. ബാക്കി ടൈമിൽ പടത്തിൽ കിടപ്പിലാണ്. ആ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നിൽ നമ്മളെ ചിരിപ്പിക്കും, അതുമല്ലെങ്കിൽ ചിന്തിപ്പിക്കും. രാധിക ശരത് കുമാറിന് ആകെ 60-63 വയസ്സെങ്ങാണ്ടേ പ്രായമുള്ളൂ. ഇതിലൊരു പടുവൃദ്ധയാണ്. അവർ നടക്കുന്നത്, മുഖഭാവം, ശബ്ദം ഇതൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിലും മിടുകയാണ്. മറ്റേ സുഹാസിനിയുടെ കൂടെയുള്ള ഒരു ഇന്റർവ്യൂവിൽ സിൽക്ക് സ്മിതയുടെ ശബ്ദം അനുകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു പെർഫോമൻസ് ബാലാ ശരവണന്റെ ആണ്. ശെൽവം എന്ന ഒരു പൂക്കച്ചവടക്കാരന്റെ റോളാണ്. പുള്ളി നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആംബുലൻസ് സീനിൽ ഇമോഷണൽ പോർഷനും കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സുരുളി എന്ന മകളുടെ റോളിൽ വന്ന റേച്ചൽ റബേക്കയും സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തന്നെ പടത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ സാധാരണ ചളി കോമഡി ചെയ്യുന്ന മുനീഷ് കാന്ത് ഇതിലൊരു ഡയലോഗ് ിലൂടെ തന്നെ നമ്മളെ കണ്ണ് ചെറുതായിട്ട് നനയ്ക്കുമെന്ന് പറയാം. നൈസായിരുന്നു. സിംഗംപുലി, അരുൾ ദോസ്, ജോർജ് മരിയൻ ഉൾപ്പെടെ വലിയൊരു താരനിര തന്നെയുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസും ആണ്. വിവേക് വിജയകുമാറിന്റെ ക്യാമറ, സാൻ ലോകേഷിന്റെ എഡിറ്റിംഗ് ഒക്കെ കൊള്ളാം. നിവാസ് കെ പ്രസന്നയാണ് മ്യൂസിക്. രാധികയുടെ പ്രോസ്തറ്റിക് മേക്കപ്പും എടുത്തു തന്നെ പറയണം. സോ ടെക്നിക്കലി ഡീസന്റ് ആയിട്ടുള്ള ഒരു പടമാണിത്. ഇതുപോലൊരു സിനിമ, അത് ചെറിയ പടമാണ്, സ്ത്രീപക്ഷ സിനിമയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അതിന്റെ പ്രമേയത്തിന്റെ ഒരു പ്രത്യേകതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ച ശിവകാർത്തികേയൻ ഒരു സ്പെഷ്യൽ അഭിനന്ദനം തന്നെ കൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല ഉൾനാടൻ തമിഴ് ആയതുകൊണ്ട് ചില ഡയലോഗ്സ് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. എനിക്കാണെങ്കിൽ പേഴ്സണലി ഒട്ടുമിക്ക തമിഴും ഇപ്പൊ ടിവിയിലും സിനിമയിലും ഒക്കെ കാണുന്ന ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കേൾക്കുന്ന നോർമൽ തമിഴ് നന്നായിട്ട് മനസ്സിലാകുന്ന ആളാണ്. പക്ഷെ എനിക്ക് തന്നെ ഇതിലെ കുറെ ഡയലോഗ്സ് ക്ലിയർ ആയില്ല. പക്ഷെ പോകെ പോകെ നമുക്കത് അഡ്ജസ്റ്റ് ആകും, ക്ലിയർ ആകും. ഈ ഒരു പ്രശ്നം എനിക്ക് പടത്തിൽ തോന്നിയിരുന്നു. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ലാഗ് അടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫസ്റ്റ് ഹാഫിൽ അത്രയ്ക്ക് കണക്ട് ആയില്ല. പടത്തിന്റെ ലെങ്തും കുറച്ച് കൂടുതലായിട്ട് തന്നെ അനുഭവപ്പെട്ടു. കുറച്ചുകൂടെ കുറച്ചിട്ട് ഒരു 2 മണിക്കൂറിലൊക്കെ തീർക്കുമായിരുന്നെങ്കിൽ പടം ഒന്നുകൂടി അടിപൊളി ആയേനെ എന്ന് തോന്നി. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് കോമഡി ഡ്രാമയാണ് തായ്ക്കിഴവി. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗൊക്കെ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് കൊണ്ട് പടം എനിക്ക് വർക്കായി. ശക്തമായിട്ടുള്ള ഒരു സ്ത്രീപക്ഷ സിനിമ കൂടിയാണിത്. പടം തിയേറ്ററുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. 2 മണിക്കൂർ 22 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.